ഇനി എന്തായാലും നമുക്ക് എല്ലാവർക്കും തലയെ കൂടെ മുണ്ടിട്ട് നടക്കാം. എന്നാൽ പിന്നെ ആരെയും കാണുകയും വേണ്ട, ആരോടും ഒരു സമാധാനവും പറയാം. എന്ത് പരിസാണ് സാറേ? ബിസാർ നല്ല കലിപ്പിലാണല്ലോ. പേപ്പറിനകത്ത് വെണ്ടയ്ക്ക മുഴുവൻ എഴുതിയിട്ടുണ്ട്, വായിച്ചോ. 7.5 കിലോ കഞ്ചാവുമായി നിലമ്പൂർ സ്വദേശി അറസ്റ്റ്. ഇത് നമ്മുടെ മനുവല്ലേ? അതെ. ബാബുച്ചാന്റെ മോനെ? അതെ, അത് നമ്മുടെ ബിജു സാറിന്റെ ക്ലാസ്സിലുള്ള മിടുക്കൻ. ഓ മൈ ഗോഡ്. അവനല്ലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ ബൈബിള് വായിച്ചത്? എന്റെ മാതാവ്, ആ ടെസ്റ്റ് ചേച്ചി ഇത് എങ്ങനെ സഹിക്കും? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതെങ്ങനാ പറ്റിയേ? കാശിന് കാശ്, ഡ്രസ്സിന് ഡ്രസ്സ്, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നില്ലേ? എന്നാലും എന്റെ ടീച്ചറെ, ഇവനിങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ. ആര് കരുതി ഇങ്ങനെയൊക്കെ ആകുമെന്ന്? കഷ്ടം. എന്റെ സങ്കടം അതല്ല, ഞാനും അവനെ 1-ാം ക്ലാസ് വേദോടെ പഠിപ്പിച്ചത്. എന്തൊരു മിടുക്കനായിരുന്നു അറിയോ? നമ്മുടെ ചെറുപ്പകാലത്ത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും നമ്മെ ശിക്ഷിച്ചാണ് വളർത്തിയത്. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ബുദ്ധിമുട്ടിയുമാണ് നമ്മളെ വളർത്തിയത്. ഇതൊക്കെ നല്ല അടി കിട്ടാത്തതിന്റെ പോരായികയാണ്. ഇപ്പൊ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ. ആ നിയമം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി കുട്ടികളെ വഴിപഴിക്കല്. ന്യൂ ജനറേഷൻ അല്ലേ, ന്യൂ ജനറേഷൻ സൈക്കിൾ. ഞങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ശിക്ഷിക്കുകയും ഒപ്പം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു ജ്യോതി ടീച്ചർ. ഞങ്ങളുടെയൊക്കെ റോൾ മോഡലായിരുന്നു ടീച്ചർ. ആ തലമുറ തന്നെ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയല്ലേ എന്റെ ടീച്ചറെ. പണ്ടൊക്കെ ഒരു പെൺകുട്ടി പുറത്തേക്ക് പോയാല് അവളുടെ പുറകെ 1000 കണ്ണുകൾ ഉണ്ടായിരുന്നു. കരുതലിന്റെ, സംരക്ഷണത്തിന്റെ. ആ നാട്ടിലെ എല്ലാവർക്കും അവൾ മകളായിരുന്നു, പെങ്ങളായിരുന്നു. ഇന്ന് അതാണോ അവസ്ഥ? ഒരു കണക്കിന് നമ്മൾ ഭാഗ്യം ചെയ്തവരാ. ആ വഴിപിടിച്ച കൂടെ അല്ലല്ലോ നമ്മൾ ജനിച്ചത്. പുതിയ ന്യൂ ജനറേഷന്റെ അതിലല്ലോ നമ്മള്. എന്താ ചൂട് പിടിച്ച ചർച്ചയാണല്ലോ. മനുവാണോ താരം? ഞാൻ ബാബുച്ചേട്ടനോട് സംസാരിച്ചിരുന്നു. ന്യൂ ജനറേഷൻ ഇന്നത്തെ താരങ്ങൾ അവരാണ്. അവരെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. മക്കൾക്ക് മാതൃകയാകേണ്ട മാതാപിതാക്കൾ പലപ്പോഴും അവർക്കത് സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മതാധ്യാപകരായ നമ്മളുടെ ദൗത്യം അടങ്ങിയിരിക്കുന്നത്. അപ്പനായി, അമ്മയായി, അധ്യാപകനായി അവരിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ബോധവൽക്കരണമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഇളം തലമുറയ്ക്ക് ചൂണ്ടുപലകകളാകേണ്ടവരാണ് മത, രാഷ്ട്രീയ, സാമൂഹ്യ നേതാക്കൾ. എന്നാൽ അവർ സമൂഹത്തില് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിദ്വേഷ വിത്തുകൾ വിതച്ച് മനുഷ്യരെ തമ്മിൽ അടിപ്പിച്ച് ചോര കുടിച്ച് രസിക്കുക. ആർക്കാണ് തെറ്റുപറ്റിയത്? വഴി കാണിക്കേണ്ട മുൻതലമുറയ്ക്കോ അതോ ദിശാബോധം നഷ്ടപ്പെട്ട ന്യൂ ജനറേഷനോ? ഇനി തിരുത്താൻ നമുക്ക് സാധിക്കുമോ? ഈ തലമുറയിൽ പെട്ടെന്നൊരു മാറ്റം നമ്മളെ കൊണ്ട് സാധിക്കുമോ? മാറ്റിവെച്ചോളൂ ആ ചിന്ത. ശക്തമായ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ സർവശക്തനായ ദൈവം മൂശയെ തെരഞ്ഞെടുത്തതുപോലെ ശക്തനായ ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദിനെ തെരഞ്ഞെടുത്ത ദൈവം തന്റെ ശക്തമായ കരത്തിലൂടെ ഇവിടെയും എന്നും പ്രവർത്തിക്കും. അവന്റെ ശക്തമായ കരത്തിന് കീഴിൽ നമുക്ക് താഴ്മയോടുകൂടി ആയിരിക്കാം. വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് മനുവും കുടുംബവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മതാധ്യാപകരായ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. മനുവിനെ വ്യക്തിപരമായിട്ട് വിളിക്കുകയും അവന്റെ കുടുംബത്തെയൊക്കെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് അവന്റെ ക്ലാസ് ടീച്ചറായ ബിജു സാർ അവന്റെ വീട്ടിൽ പോവുകയും അവനോട് സംസാരിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്.
സ്നേഹിക്കാറുണ്ട്. ഇരിക്കുക. എന്താണ് വിശേഷങ്ങൾ? വിശേഷമൊക്കെ എല്ലാവരും അറിഞ്ഞല്ലേ അച്ഛാ, വാർത്തയിലും എല്ലാത്തിലും ഇപ്പൊ ഞാൻ തന്നെയല്ലേ അച്ഛാ. അവന്റെ ഫാദറിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ അവനെ കയറ്റിക്കൊണ്ടുപോയി. ചെറുപ്പം മുതലേ സഹായിക്കാനാ അച്ഛാ എന്നെ വീട്ടുകാർ പഠിപ്പിച്ചിരിക്കുന്നു. അതെനിക്ക് തന്നെ ഇപ്പൊ ഒരു ചതിയായിപ്പോയി, ചതിക്കപ്പെട്ട അച്ഛാ. എല്ലാവരും മുമ്പിൽ ഞാനിപ്പോ ഒരു കുറ്റവാളിയല്ലേ, കഞ്ചാവ് കടത്തിയല്ലേ. ആർക്കും ഇപ്പൊ എന്നെ വേണ്ട. ഇതൊക്കെ എന്താ അച്ഛാ, ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ തന്നെയാണോ? മനോ, നീ അങ്ങനെ ചിന്തിക്കാതെ. നിന്നെ എല്ലാവർക്കും ആവശ്യമില്ലേ? സമൂഹത്തില് നീ വെറുക്കപ്പെട്ടവനാണെന്ന് തോന്നിയാലും, മാതാപിതാക്കൾക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് തോന്നിയാലും, സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയാലും, തമ്പുരാന് നിന്നെ ആവശ്യമുണ്ട്. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട എല്ലാവർക്കും അവിടുന്ന് സകലത നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നുവെന്ന് ഈ ബൈബിളിൽ വായിച്ചു കേട്ടിട്ടില്ലേ? തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ നിഷ്കളങ്കതയും നിന്റെ ആ ചിരിയും സ്വഭാവവും എല്ലാം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നീ മിടുക്കനാണ്, കഴിവുള്ളവനാണ്. തമ്പുരാനിലേക്ക് തിരിയാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ബൈബിളിൽ നീ കണ്ടിട്ടില്ലേ, തമ്പുരാനുണ്ടായ പരീക്ഷകൾ കണ്ടിട്ടില്ലേ? പക്ഷേ ദൈവം അതിനെല്ലാം അതിജീവിച്ചു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കും.